ഹായ് സ്റ്റുഡൻസ്, MBA ഫസ്റ്റ് സെമസ്റ്റർ മാനേജീരിയൽ എക്കണോമിക്സിലെ 4th മൊഡ്യൂളാണ്. അതിൽ പ്രൈസ് ഔട്ട്പുട്ട് ഡിറ്റർമിനേഷൻ അണ്ടർ മോണോപോളി ഈ ഒരു ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മോണോപോളി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം. ഓൺലി വൺ സെല്ലർ ഉണ്ടാകും. അതുപോലെ തന്നെ അദ്ദേഹം ആയിരിക്കും പ്രൈസ് മേക്കർ. അവിടെ പ്രൈസ് നിശ്ചയിക്കുന്ന ആളെന്ന് പറയുന്നത് ആ ഒരു സെല്ലർ ആയിരിക്കും. പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ AR = MR എന്നായിരുന്നു പറഞ്ഞത്. അതുപോലെ തന്നെ അതൊരു ഹൊറിസോണ്ടൽ ലൈനിലായിരുന്നു, അതായത് രണ്ടും ഈക്വൽ ആയിട്ടാണ് കാണിച്ചത്. പക്ഷേ മോണോപോളിയുടെ കേസിൽ AR കർവിൻ്റെ താഴെ ആയിരിക്കണം MR കർവ് വരേണ്ടത്. രണ്ടും ഒരൊറ്റ ഹൊറിസോണ്ടലിലോ വെർട്ടിക്കലോ ലൈനിലല്ല വരേണ്ടത്. ഇവിടെ എന്തായിരുന്നു, നമ്മളുടെ D AR = P എന്ന ആ ഒരു ലൈൻ കണ്ടില്ലേ, അതിന് താഴെ, അതായത് AR കർവിൻ്റെ താഴെ ആയിരിക്കണം മാർജിനൽ റവന്യൂ എന്നുള്ള ആ ഒരു കർവ് വരേണ്ടത് എന്നാണ് പറയുന്നത്. ഇവിടെ നമ്മൾ ഇക്വിലിബ്രിയം ഫോം ചെയ്യുന്നത് സാധാരണ നമ്മൾ ഡിമാൻഡും സപ്ലൈയും ഇന്റർസെക്ട് ചെയ്യുന്ന ആ ഒരു പോയിന്റ് ആണ് എന്ത്, ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ മോണോപോളിന്റെ കേസിൽ മാർജിനൽ റവന്യൂ = മാർജിനൽ കോസ്റ്റ്, മാർജിനൽ റവന്യൂവും അതുപോലെ തന്നെ മാർജിനൽ കോസ്റ്റും ഇന്റർസെക്ട് ചെയ്യുന്ന ആ ഒരു പോയിന്റ് ആണ് മോണോപോളിയിൽ ഇക്വിലിബ്രിയം പോയിന്റ് ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു മോണോപോളിന്റെ ഡയഗ്രാം, അതായത് ഗ്രാഫില് ഇൻഡസ്ട്രി ആൻഡ് ഫേം, നമ്മൾ പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ ഇൻഡസ്ട്രി വേറെ ഗ്രാഫ്, ഫേം വേറെ ഗ്രാഫ്, അങ്ങനെയായിരുന്നു ഡിറ്റർമൈൻ ചെയ്തിരുന്നത്. പക്ഷെ മോണോപോളിന്റെ കേസിൽ ഈ ഗ്രാഫും ഇൻഡസ്ട്രിയും സെയിം ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ രണ്ടും ഒരൊറ്റ ഗ്രാഫിലാണ് ഇവിടെ പെർഫോം ചെയ്യുന്നത്. നമുക്ക് ഡിഫറൻഷ്യൽ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല, രണ്ടും ഒന്നിലാണ്. അപ്പോൾ ഇവിടെ ഇക്വിലിബ്രിയം പോയിന്റ് കണ്ടെത്താൻ നമ്മൾ പറഞ്ഞു മാർജിനൽ കോസ്റ്റ് = മാർജിനൽ റവന്യൂ ആണ്. അത് ഇന്റർസെക്ട് ചെയ്യുന്ന ആ ഒരു പോയിന്റ് ആണ് എന്ത്, ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ പെർഫെക്റ്റ് കോമ്പറ്റീഷനിലും പറഞ്ഞു, അവിടെ എന്തുണ്ട്, സൂപ്പർ നോർമൽ പ്രോഫിറ്റ്, നോർമൽ ലോസ്. അതുപോലെ തന്നെ ഇവിടെയും എന്തുണ്ട്, സൂപ്പർ നോർമൽ പ്രോഫിറ്റ്, അതുപോലെ തന്നെ ലോസ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ആ ഒരു ടോപ്പിക്ക് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇവിടെ സിംഗിൾ സെല്ലറേ ഉള്ളൂ പറഞ്ഞു. അതായത് സൂപ്പർ നോർമൽ പ്രോഫിറ്റ് എപ്പോഴാണ് വരിക, ആവറേജ് റവന്യൂവിനേക്കാളും കോസ്റ്റ് കുറയുമ്പോഴാണ് എന്ത്, സൂപ്പർ നോർമൽ പ്രോഫിറ്റ് വരുന്നത്. അപ്പോൾ അതായത് ഇവിടെ നമ്മുടെ MC കർവ് ഉണ്ട്, അതുപോലെ തന്നെ ഈ DAR കർവിൻ്റെ താഴെ ആയിരിക്കണം എന്ത്, MR കർവ് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ AR കർവിൻ്റെ താഴെ ആയിരിക്കണം SAC കർവ്. AR കർവിൻ്റെ താഴെ ആവുമ്പോഴാണ് സൂപ്പർ നോർമൽ പ്രോഫിറ്റ് കിട്ടുക. അതുപോലെ തന്നെ SAC കർവ് AR കർവിനോടുമായിട്ട് ഈക്വൽ ആവുമ്പോഴാണ് അവിടെ നോർമൽ പ്രോഫിറ്റ് കിട്ടുക. അതുപോലെ തന്നെ SAC കർവ് AR കർവിനേക്കാൾ മേലെ ആണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് അബ്നോർമൽ ലോസ് അങ്ങനെ കർവ് വരുന്നു. അങ്ങനെ SAC കർവ് AR കർവിന് താഴെയായി വരുമ്പോൾ എന്ത് ചെയ്യുന്നു, നമ്മൾ പറഞ്ഞു ഇവിടെ നമ്മൾ ഇക്വിലിബ്രിയം ഫോം ചെയ്യുമ്പോൾ ഇതിൻ്റെ സ്ട്രെയിറ്റ് ലൈൻ വരക്കണം എന്നുണ്ടെങ്കിൽ അത് AR കർവുമായിട്ട് അറ്റാച്ച്ഡ് ആവണം. അതാണ് നമ്മൾ ഇക്വിലിബ്രിയം പോയിന്റിനെ നമ്മൾ AR കർവുമായിട്ട് ടച്ച് ചെയ്യാനുള്ള കാരണം. അങ്ങനെ നമ്മൾ PAQO എന്നുള്ള ആ ഒരു റവന്യൂ പോയിന്റ് കണ്ടെത്തി. ഇനി നമുക്കിവിടെ കോസ്റ്റിൻ്റെ പോയിന്റ് കണ്ടെത്തണം. കോസ്റ്റിൻ്റെ പോയിന്റ് എന്ന് പറയുമ്പോൾ TBQO, അതായത് SACൻ്റെ പോയിന്റ് കൂട്ടിമുട്ടുന്നതാണ് എന്ത്, കോസ്റ്റിൻ്റെ ആ ഒരു പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ വേറെ ലൈൻ ഫോം ചെയ്യുന്നു. അങ്ങനെ TBQO എന്നുള്ള ആ ഒരു പോയിന്റ് കിട്ടി. സൂപ്പർ നോർമൽ പ്രോഫിറ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ AR, അതായത് റവന്യൂ ഒന്ന് കോസ്റ്റ് മൈനസ് ചെയ്യുമ്പോഴാണ് നമുക്ക് സൂപ്പർ കർവ് കിട്ടുന്നത്. അപ്പോൾ നമ്മളതിനെ ഒന്ന് മൈനസ് ചെയ്യുക, അതായത് ഇത്രയും ഭാഗങ്ങൾ, ആ റെഡ് ഷെയ്ഡ് കൊടുത്ത ഭാഗമാണ് നമുക്കിവിടെ സൂപ്പർ പ്രോഫിറ്റ് ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ആയിട്ട് ഇതിൽ കാണിക്കുന്നത്. ഇനി ഇതിൽ തന്നെ നോർമൽ പ്രോഫിറ്റ് ഉണ്ട്. ഈ നോർമൽ പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ ഈ SAC കർവ് ആവറേജ് റവന്യൂമായിട്ട് കൂട്ടിമുട്ടുമ്പോഴാണ് ഇവിടെ എന്ത് വരുന്നത്, നോർമൽ പ്രോഫിറ്റ്, അതായത് ആവറേജ് റവന്യൂ = ആവറേജ് കർവ്. നെക്സ്റ്റ് ലോസിൻ്റെ കേസ് എന്ന് പറയുമ്പോൾ ആവറേജ് റവന്യൂ കോസ്റ്റിനേക്കാൾ കുറവാവുന്ന സിറ്റുവേഷൻ ആണ് എന്ത്, അബ്നോർമൽ ലോസ്. ഇവിടെ SACൻ്റെ കർവ് AR കർവ് മേലെ ആയിരിക്കും ഉണ്ടാവുക. അങ്ങനെ ആവുമ്പോഴേ നോർമൽ ലോസ് സംഭവിക്കുള്ളൂ. അപ്പോൾ Q മാറ്റത് ഇക്വിലിബ്രിയം പോയിന്റിന്റെ മേലേക്ക് അറ്റാച്ച് ചെയ്ത് വെക്കും. ഇവിടെ AR കർവും അതുപോലെ തന്നെ SAC കർവും അറ്റാച്ച്ഡ് ആവണം, ടച്ച് ചെയ്യണം. അതുകൊണ്ടാണ് ഇങ്ങനൊരു ലൈന് വരയ്ക്കുന്നത്. അപ്പോൾ ഇതിൽ AR കർവ് എന്ന് പറയുമ്പോൾ AR പോയിന്റ് PAQ
ഒ. അതുപോലെ തന്നെ SAC കർവ് എന്ന് പറയുന്നത് TBQO. അപ്പോൾ ഇതിൽ നമുക്ക് ഇതിന് ലോസ് കണ്ടെത്തണം. ലോസ് എന്ന് പറയുമ്പോൾ ഈ പോയിന്റ് ചെയ്തിട്ടുള്ള എയും അതുപോലെ തന്നെ പോയിന്റ് ചെയ്തിട്ടുള്ള ബിയും ഇടയിലാണ് ലോസ് എന്ന് പറയുന്നത്. ഇവിടെ റവന്യൂവിനേക്കാൾ കൂടുതൽ കോസ്റ്റ് ആണ്, അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇവിടെ ലോസ് ആണ് വന്നിരിക്കുന്നത്. ഇതാണ് പ്രൈസ് ഔട്ട്പുട്ട് ഡിറ്റർമിനേഷൻ അണ്ടർ മോണോപോളിന്റെ അണ്ടറിൽ പറയുന്ന ഷോർട്ട് റൺ ഇക്വിലിബ്രിയത്തിൽ പറയുന്ന കേസ്. നെക്സ്റ്റ് ലോങ് റണ്ണിൻ്റെ കേസിൽ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. അതായത് ഇവിടെ നോർമൽ പ്രോഫിറ്റ് ഉണ്ടാവുള്ളൂ, അപ് നോർമൽ ലോസ് വളരെ കുറവായിരിക്കും. അപ്പോൾ നോർമൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? AR = AC, അതായത് ആവറേജ് റവന്യൂ ആവറേജ് കോസ്റ്റിനും തുല്യമാണ്. അങ്ങനെ നമ്മൾ ഷോർട്ട് ടേമിലും എല്ലാത്തിലും പഠിച്ച സെയിം ഗ്രാഫ് തന്നെ ആയിരിക്കും ഇവിടെ വരിക. അപ്പോൾ ഇത്രയും ടോപ്പിക്കാണ് പ്രൈസ് ഔട്ട്പുട്ട് ഡിറ്റർമിനേഷൻ അണ്ടർ മോണോപോളിൻ്റെ കേസിൽ പറയാനുള്ളത്. ഇതോടുകൂടിയാണ് മോണോപോളിൻ്റെ പ്രൈസ് ഔട്ട്പുട്ട് ഡിറ്റർമിനേഷൻ്റെ ആ ഒരു ടോപ്പിക് കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മൾ പ്രൈസ് ഔട്ട്പുട്ട് ഡിറ്റർമിനേഷൻ അണ്ടർ മോണോപോളിസ്റ്റിക്കിൻ്റെ ആ ഒരു പോർഷനാണ് നമ്മൾ ഇനി കവർ ചെയ്യാൻ പോകുന്നത്. നെക്സ്റ്റ് ടോപ്പിക്ക് പ്രൈസ് ഔട്ട്പുട്ട് ഡിറ്റർമിനേഷൻ അണ്ടർ മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ. അത് രണ്ട് രീതിയിലോട്ടുണ്ട്. അതായത് ഷോർട്ട് റൺ ആയിട്ടും അതുപോലെ തന്നെ ഷോർട്ട് റൺ ഇക്വിലിബ്രിയം കണ്ടെത്താനും അതുപോലെ തന്നെ ലോങ് റൺ ഇക്വിലിബ്രിയം കണ്ടെത്താനും. അപ്പോൾ ഇതിൽ ഫസ്റ്റ് നമ്മൾ കണ്ടെത്തുന്നത് ഷോർട്ട് റൺ ഇക്വിലിബ്രിയം ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഷോർട്ട് റൺ ഇക്വിലിബ്രിയം കണ്ടെത്തുക നമ്മൾ ഫേമിൻ്റെ ഡയഗ്രാമിലാണ് കണ്ടെത്തുക. അതായത് ഇവിടെ നമ്മൾ ഇൻഡസ്ട്രി യൂസ് ചെയ്യൂല, കാരണം ഇവിടെ നമ്മൾ ഡിഫറെൻറ്റ് പ്രൊഡക്ട്സ് ആണ് യൂസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഡിഫറെൻറ്റ് പ്രൈസിലാണ് അത് യൂസ് ചെയ്യുന്നത്. അങ്ങനെ ആകുമ്പോൾ അതൊരിക്കലും ഇൻഡസ്ട്രീനെ അഫക്റ്റ് ചെയ്യില്ല. കാരണം നമ്മൾ ഒരു പ്രൊഡക്റ്റ് പല പല പ്രൊഡക്ട്സ് ആണ് യൂസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഓരോ പ്രൊഡക്റ്റിനും പല പല ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രൈസാണ് അവിടെ ചാർജ് ചെയ്യുന്നത്. അപ്പോൾ അത് ഒരിക്കലും ഇൻഡസ്ട്രീനെ ഒരിക്കലും അഫക്റ്റ് ചെയ്യൂല. അതുകൊണ്ട് നമുക്ക് ഇൻഡസ്ട്രീൻ്റെ മേലെ നമുക്ക് അതിൻ്റെ ഇക്വിലിബ്രിയം കണ്ടെത്താൻ പറ്റൂല. അപ്പോൾ നമ്മൾ ഫേമിൻ്റെ ബേസിലാണ് ഇവിടെ ഇക്വിലിബ്രിയം കണ്ടെത്തുക. അപ്പോൾ നമ്മളങ്ങനെ ഡയഗ്രാം വരച്ചു. ഇവിടെ നമ്മൾ മോണോപോളി കണ്ടെത്തിയ പോലെ തന്നെ ഏറ്റവും സിമ്പിൾ, നമ്മൾ മോണോപോളി നമുക്ക് ശരിക്കും മനസ്സിലാക്കണോ എന്നുണ്ടെങ്കിൽ അതേ വേർഷൻ തന്നെയാണ് മോണോപോളിസ്റ്റിക്കിനും ഡയഗ്രാമും വരുന്നത്. അപ്പോൾ നമ്മൾ ഷോർട്ട് ടേമിലാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു X ആക്സിസും അതുപോലെ തന്നെ Y ആക്സിസും വരച്ചു. അതിന് ഡിമാൻഡ് AR ആണ് അടയാളപ്പെടുത്തി. അതിന് ARൻ്റെ അടിയിലാണ് MR വരിക, അതായത് മാർജിനൽ റവന്യൂ വരിക. നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തു. അങ്ങനെ MR വരച്ചു. ഇനി നമ്മൾ SAC, അതായത് ആവറേജ് കോസ്റ്റും ജസ്റ്റ് വരച്ചു. ഇനി ഇക്വിലിബ്രിയം കാണണം. അപ്പോൾ ഇക്വിലിബ്രിയം കാണാൻ MC = MR എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ MR നമ്മൾ കണ്ടു, ഇനി നമുക്ക് MC കാണണം. അപ്പോൾ നമ്മൾ അതിനൊരു MC ലൈനും വരച്ചു. അപ്പോൾ ഈ ഒരു MC ലൈനും MR ലൈനും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ആ ഒരു പോയിൻ്റാണ് ഇക്വിലിബ്രിയം. അങ്ങനെ നമ്മൾ SMC ഷോർട്ട് ടേം മാർജിനൽ കോസ്റ്റും വരച്ചു. അപ്പോൾ ഒരു ഫേമിൽ 3 കണ്ടീഷൻസാണ് ഉണ്ടാവുക. അതായത് സൂപ്പർ നോർമൽ പ്രോഫിറ്റും അതുപോലെ തന്നെ സൂപ്പർ ലോസും. അപ്പോൾ ഇതിൽ നമ്മൾ സൂപ്പർ നോർമൽ പ്രോഫിറ്റാണ് കണ്ടെത്തുന്നത്. ഇക്വിലിബ്രിയത്തിൻ്റെ അവിടെ സ്ട്രെയിറ്റ് ലൈൻ വരക്കുന്നു. അങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ വരക്കുമ്പോൾ ഈ ഒരു ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് മാർജിനൽ റവന്യൂവിൻ്റെ ആ ഒരു ലൈനുമായിട്ട് കൂട്ടിമുട്ടണം, ഇൻ്റർസെക്റ്റ് ചെയ്യണം. അങ്ങനെ അത് ഇൻ്റർസെക്റ്റ് ചെയ്യണ ആ ഒരു പോയിന്റ് നമ്മൾ A എന്ന് മാർക്ക് ചെയ്തു. അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം? അവിടുന്ന് നേരെ Y ആക്സിസ്ക്ക് ഒരു ലൈൻ വരക്കാം. അപ്പം അതാണ് ആവറേജ് റവന്യൂ എന്ന് പറയുന്നത്. അതായത് PAQO ആ ഒരു ബോക്സാണ് ആവറേജ് റവന്യൂ. ഇനി നമുക്ക് ആവറേജ് കോസ്റ്റ് കണ്ടെത്തണം. അപ്പോൾ സൂപ്പർ നോർമൽ പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴാണ് സൂപ്പർ നോർമൽ പ്രോഫിറ്റ് സിറ്റുവേഷൻ ആവുക? അതായത് ആവറേജ് കോസ്റ്റിനേക്കാൾ ആവറേജ് റവന്യൂ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ആ ഒരു ഫേമിൽ സൂപ്പർ നോർമൽ പ്രോഫിറ്റ് കിട്ടുക. ഇനി ആവറേജ് കോസ്റ്റിൻ്റെ പോയിൻറ്റ്സ് കണ്ടെത്തണം. അപ്പോൾ നമ്മൾ SACR ഒരു ലൈന് വരച്ചിരുന്നു, ഒരു കർവ് വരച്ചിരുന്നു. അപ്പോൾ ആ ഒരു കർവ് ഇക്വിലിബ്രിയം ലൈനിൽ എവിടെയാണ് ഇൻ്റർസെക്റ്റ് ചെയ്യണമെന്ന് നോക്കാം. ആ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് നമ്മുടെ ഇവിടെ B എന്ന് പോയിന്റ് അടയാളപ്പെടുത്തി. അവിടെ നിന്ന് Y ആക്സിസിലോട്ടൊരു ലൈൻ വരക്കുക. അത് നമ്മൾ T എന്ന് പേരെടുക്കുന്നു. അപ്പോൾ TBQO അതാണ് ഇവിടുത്തെ ആവറേജ് കോസ്റ്റ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് സൂപ്പർ നോർമൽ പ്രോഫിറ്റ് എന്ന് മനസ്സിലാവുക? അതായത് ആവറേജ് കോസ്റ്റിൽ നിന്നും ആവറേജ് റവന്യൂവിൽ നിന്നും ആവറേജ് കോസ്റ്റ് മൈനസ് ചെയ്യുമ്പോഴാണ് നമുക്കവിടെ ആ ഒരു സൂപ്പർ നോർമൽ പ്രോഫിറ്റിൻ്റെ ഭാഗം കിട്ടുക. ആ ഒരു ഭാഗമാണ് നമ്മുടെ റെഡായിട്ട് കൊടുത്തിരുന്നത്. അതായത് ഇത്രയും ഭാഗമാണ് നമുക്കിവിടെ സൂപ്പർ നോർമൽ പ്രോഫിറ്റായി കിട്ടിയിരുന്നത്. അപ്പോൾ ഇതാണ് ഷോർട്ട് റൺ ഇക്വിലിബ്രിയത്തിലെ സൂപ്പർ നോർമൽ പ്രോഫിറ്റിൻ്റെ ആ ഒരു കേസ്.
നെക്സ്റ്റ് അതിൽ നോർമൽ പ്രോഫിറ്റ്. അപ്പോൾ നോർമൽ കണ്ടീഷൻ എന്ന് പറയുന്നത് AR ഈക്വൽ ടു AC, അതായത് AR റവന്യൂനോട് തുല്യമായിരിക്കും ആവറേജ് കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ AR അതായത് ആവറേജ് റവന്യൂ, നമ്മൾ സൂപ്പർ നോർമൽ പ്രോഫിറ്റ് കിട്ടാൻ നമ്മൾ ആവറേജ് റവന്യൂവിൻ്റെ താഴെയായിരുന്നു ആവറേജ് കോസ്റ്റിൻ്റെ കർവ് ഡ്രോ ചെയ്തിരുന്നത്. പക്ഷേ ഇവിടെ നമുക്കത് ഈക്വലായി കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഡയഗ്രാമിൽ നോക്കൂ, അവിടെ SAC കർവ് നമ്മുടെ എന്തായിരുന്നു ഇക്വിലിബ്രിയത്തിന്റെ ആ സെയിം ലൈനിൽ തന്നെയാണ് ഇന്റർസെക്ട് ചെയ്യുന്നത്. അതായത് ARന്റെ ആ സെയിം പോയിന്റ് തന്നെയാണ് അവിടെ ടച്ച് ചെയ്യുന്നത്. അങ്ങനെ ആകുമ്പോൾ AR ഈക്വൽ ടു AC എന്ന് പറയുന്നു. ഇനി നെക്സ്റ്റ് ലോസിന്റെ കേസിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു AR കർവിന്റെ താഴെയാണ് AC കർവ് എന്നുണ്ടെങ്കിൽ അതെന്താണ് സൂപ്പർ നോർമൽ പ്രോഫിറ്റിന്റെ അവിടെ പോകുന്നു. AR കർവിന് തുല്യമായിട്ട് സെയിം പോയിന്റിൽ തന്നെ ഇന്റർസെക്ട് ചെയ്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നോർമൽ പ്രോഫിറ്റ്. മറിച്ച് AR കർവിന് മുകളിലാണ് AC കർവ് പോകുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ലോസ് പ്രോഫിറ്റ് ആണ്. അതാണ് നിങ്ങളിപ്പോൾ ഇവിടെ കാണുന്നത്. അതായത് ഇക്വിലിബ്രിയം പോയിന്റ് ആയിട്ട് നമ്മുടെ ആ ഒരു AC കർവ് ജോയിൻ ചെയ്യുന്നു, എന്നിട്ടത് Y ആക്സസുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ അവിടെ നമ്മൾ TB എന്നുള്ള ഓരോ പോയിന്റ്സ് കൊടുത്തു. ഈ TBQO അതാണ് ആവറേജ് കോസ്റ്റ് പോയിന്റ്. അതിൽ റവന്യൂ എത്ര വരുന്നുള്ളൂ? PAQO അത്രേ റവന്യൂ വരുന്നുള്ളൂ. ബാക്കിയുള്ള TBAP ഇത്രയും നമുക്ക് അവിടെ ലോസ് ആണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് മോണോപോളിസ്റ്റിക്കിൽ ഷോർട്ട് റൺ ഇക്വിലിബ്രിയത്തിൽ നമ്മുടെ ഈ 3 പ്രോഫിറ്റ് ലെവലും പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്തൊരു ടോപ്പിക്കിലോട്ടാണ്, അതായത് ലോങ് റൺ ഇക്വിലിബ്രിയം. ഇവിടെ ഓൺലി നോർമൽ പ്രോഫിറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. സൂപ്പർ നോർമൽ പ്രോഫിറ്റും അതുപോലെ തന്നെ സൂപ്പർ ലോസും ഈ ഒരു ഇക്വിലിബ്രിയത്തിൽ ഉണ്ടാവില്ല. ഇത് നമ്മൾ ഫേമിൻ്റെ ഡയഗ്രാം തന്നെയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടെ എന്തുകൊണ്ടാണ് സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ഉണ്ടാവാത്ത കാരണം എന്ന് വെച്ചാൽ, ഇനിയിപ്പോൾ ഇൻകേസ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അത് സ്വാഭാവികമായിട്ടും നോർമൽ പ്രോഫിറ്റ് ആയിട്ട് വരും. കാരണം ഒരു ഇൻഡസ്ട്രിയിൽ 10 ഫേം ഉണ്ട്. ഈ 10 ഫേമിൽ 5 ഫേം അന്ന് സൂപ്പർ നോർമൽ പ്രോഫിറ്റ് അച്ചീവ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഫ്രീ എൻട്രി ആയതുകൊണ്ട് തന്നെ, അതായത് ഈ ഒരു മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷനിൽ ഫ്രീ എൻട്രി ആയതുകൊണ്ട് തന്നെ പുറത്തുനിന്നുള്ള 5 ഫേംസ് ഇവിടെ വന്നിക്കണ്ട് ഗുഡ്സ് സപ്ലൈ ചെയ്യാന്നുണ്ടെങ്കിൽ അവിടെ സപ്ലൈ ഇൻക്രീസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഡിമാൻഡ് കുറയും. അങ്ങനെ ആകുമ്പോൾ പ്രൈസും കുറയും. അപ്പോൾ ആ സൂപ്പർ നോർമത്തിലുള്ളത് പഴയ പോലെ തന്നെ നോർമൽ പ്രോഫിറ്റിലോട്ട് വരും. നമ്മളിത് ഓൾറെഡി പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ പറഞ്ഞിരിക്കണം. അപ്പോൾ സെയിം പോയിന്റ് തന്നെയാണ് വരുന്നത്. അങ്ങനെ അത് നോർമൽ പ്രോഫിറ്റ് തന്നെ ആകുന്നു. അപ്പോൾ ഇവിടെ നോർമൽ പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ AR കർവിന് തുല്യമായിട്ട് അതിൻ്റെ സെയിം ആ ഒരു അളവിൽ തന്നെ ആയിരിക്കും, സെയിം ലൈനിൽ തന്നെ ആയിരിക്കും AC കർവും പോവാം. അപ്പോൾ ഈ ഒരു AR കർവും AC കർവും ഇന്റർസെക്ട് ചെയ്യുന്ന ആ ഒരു പോയിന്റാണ്. ആ ഒരു പോയിന്റ് നമ്മൾ P1 എന്നിട്ടിട്ട് നമ്മൾ Y ആക്സിസ് ആയിട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ നമുക്കൊരു ബോക്സ്, ആ ഒരു കോളം കിട്ടും. അതാണ് നോർമൽ പ്രോഫിറ്റ്. അതായത് നോർമൽ റവന്യൂവും അതുപോലെ തന്നെ ആവറേജ് റവന്യൂവും ആവറേജ് കോസ്റ്റ് കൂടി ഇൻക്ലൂഡ് ആയിട്ടുള്ള ആ ഒരു പോയിന്റ് നമുക്ക് കിട്ടി. അപ്പോൾ ലോങ് റൺ ഇക്വിലിബ്രിയത്തിൽ ഓൺലി നോർമൽ പ്രോഫിറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതാണ് പ്രൈസ് ഔട്ട്പുട്ട് ഡിറ്റർമിനേഷൻ അണ്ടർ മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ. ഇനി നെക്സ്റ്റ് അടുത്തൊരു ടോപ്പിക്കാണ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ. അതായത് ഇവിടെ നമ്മൾ പറഞ്ഞു ഇതിവിടെ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ അണ്ടർ മോണോപോളിൻ്റെ കേസിലാണ് പറയുന്നത്. അതായത് മോണോപോളി എന്ന് പറയുമ്പോൾ ഈ ഒരു മാർക്കറ്റിൽ ഒരൊറ്റ സെല്ലറേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഒരു സെല്ലറിന് ഏത് കസ്റ്റമറിന് വേണമെങ്കിലും ഏത് റേറ്റിലും കൊടുക്കാൻ പറ്റും. അപ്പോൾ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുമ്പോൾ അതായത് ഇവിടെയുള്ള മോണോപോളിസ്റ്റ് പല കൺസ്യൂമേഴ്സിന് പല റേറ്റിനായിരിക്കും അവരുടെ പ്രൊഡക്റ്റ് സെല്ല് ചെയ്യുക. അതിനാണ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡിഗ്രീസ് ഓഫ് പ്രൈസ് ഡിസ്ക്രിമിനേഷനിൽ ഫസ്റ്റ് ഡിഗ്രി എന്ന് പറയുമ്പോൾ ഈ മോണോപോളിസ്റ്റ് പല ലൊക്കേഷനിലും പോയിട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ആ ഒരു പ്രൊഡക്റ്റിന് എത്രത്തോളം പ്രൈസ് ഓരോ കസ്റ്റമർ തരണോ എന്ന് അദ്ദേഹം ഒന്ന് വാല്യൂ ചെയ്യും. അതായത് ഈ ഒരു മോണോപോളിസ്റ്റ് ഓരോ ഡിഫറെൻറ്റ് ലൊക്കേഷൻസിൽ പോകും. എന്നിട്ട് ഈ ഒരു പ്രൊഡക്റ്റ് വേണ്ട കസ്റ്റമേഴ്സിനെ കോണ്ടാക്ട് ചെയ്യും. എന്നിട്ട് ഓരോ കസ്റ്റമേഴ്സും ഈ ഒരു പ്രൊഡക്റ്റിന് എത്ര എമൗണ്ട് വരെ തരാൻ ഇതിന് വില്ലിംഗ് ആണ് നോക്കും. അങ്ങനെ കുറേ കസ്റ്റമേഴ്സിനെ പോയി മീറ്റ് ചെയ്തിട്ട് അതിൽ ഏറ്റവും കൂടുതൽ എമൗണ്ട് തരുന്ന ഏത് കസ്റ്റമറാണോ അവർക്ക് ഈ ഒരു പ്രൊഡക്റ്റ് അദ്ദേഹം സെല്ല് ചെയ്യും. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ
എമൗണ്ട് ആരാണോ തരുന്നത് എന്ന് നോക്കിയിട്ട് അയാൾക്കാണ് അദ്ദേഹം ഇവിടെ സെല്ല് ചെയ്യുന്നത്. അതാണ് ഫസ്റ്റ് ഡിഗ്രി ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത്. രണ്ടാമത് സെക്കൻഡ് ഡിഗ്രി. ഇവിടെ ഈ മോണോപോളിസ്റ്റ് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഓരോ ലൊക്കേഷനിലും പോയിട്ട് ആ ഓരോ ലൊക്കേഷനിലും ഏത് ആ ഒരു പ്രൊഡക്റ്റിന് എത്രത്തോളം ഡിമാൻഡ് ഉണ്ടെന്ന് മനസ്സിലാക്കും. അതായത് ഇപ്പോൾ ഒരു ലൊക്കേഷനിൽ കൂടുതൽ ഡിമാൻഡാണ്, അപ്പോൾ കൂടുതൽ പ്രൊഡക്റ്റാണ് വേണ്ടി വരും. അങ്ങനെ കൂടുതൽ പ്രൊഡക്റ്റ് വേണ്ടി വരുമ്പോൾ അവിടെ കൂടുതൽ പ്രൈസ് ഈടാക്കുന്നു. വേറെ ലൊക്കേഷനിൽ പോകുമ്പോൾ അവിടെ ആ ഒരു പ്രൊഡക്റ്റിന് കുറച്ച് ഡിമാൻഡേ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുന്നു, കുറച്ച് ചെറിയൊരു എമൗണ്ടിന് അവിടെ ആ പ്രൈസ് സെല് ചെയ്യുന്നു. അങ്ങനെ കൂടുതൽ ഡിമാൻഡ് ഉള്ളിടത്ത് കൂടുതൽ പ്രൈസിന് ആ ഒരു പ്രൊഡക്റ്റ് വിൽക്കും ചെയ്യുന്നു. അതുപോലെ തന്നെ കുറച്ച് എമൗണ്ട് ഉള്ള ആ ഒരു പ്രൈസിൽ എന്ത് ചെയ്യുന്നു, കുറച്ച് എമൗണ്ടിന് ആ ഒരു പ്രൊഡക്റ്റ് വിൽക്കുന്നു. അപ്പോൾ എന്താണ്, പല കസ്റ്റമേഴ്സിനും പല പല എമൗണ്ടാണ് ഇവിടെ ഫിക്സ് ചെയ്യുന്നത്. ഇതാണ് സെക്കൻഡ് ഡിഗ്രിയിൽ പറയുന്നത്. നെക്സ്റ്റ് തേർഡ് ഡിഗ്രി. ഇവിടെ നമ്മൾ ആട്രിബ്യൂട്ട്സ് നോക്കിയിട്ടാണ് ഓരോ പ്രൊഡക്റ്റിനും നമ്മൾ എമൗണ്ട് കൊടുക്കുന്നത്. അതായത് ഓരോ ലൊക്കേഷനിലും ഇപ്പോൾ ഓരോ ഏജ് ഗ്രൂപ്പ്, ഓരോ ജെൻഡർ വൈസ് ഇതൊക്കെ ഒരു ഇവാലുവേഷൻ ചെയ്യും. അതായത് ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർ എത്രത്തോളം ഉണ്ട്, അതുപോലെ തന്നെ ഏതൊക്കെ ജെൻഡർ ഇപ്പോൾ ഫീമെയിലാണോ മെയിലാണോ കൂടുതൽ. ഇപ്പോൾ ഏജ് വൈസിൻ്റെ ഗ്രൂപ്പിലാണെന്നുണ്ടെങ്കിൽ അവിടെ ഏജ് ഗ്രൂപ്പ് നോക്കിയിട്ട് ഇപ്പോൾ യങ്ങേഴ്സാണ്, അതായത് ചെറിയ ഒരു യൂത്തായിട്ടുള്ള പെണ്ണുങ്ങളാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും മേക്കപ്പ്. അപ്പോൾ മേക്കപ്പ് ആ ഒരു ലൊക്കേഷനിൽ ഡിമാൻഡ് കൂടിയൊരു പ്രൊഡക്റ്റ് ആകുമ്പോൾ അവിടെ ഡിമാൻഡ് കൂടിയതുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഹൈ പ്രൈസിലേക്കാരും ആ ഒരു പ്രൊഡക്റ്റ് സെല് ചെയ്യുക. അപ്പോൾ ഒരു ലൊക്കേഷനിലെ ഏജ് അതുപോലെ തന്നെ ജെൻഡർ ഇതൊക്കെ നോക്കിയിട്ടായിരിക്കും അവിടെ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ മേലിൽ ഡിമാൻഡ് ഉണ്ടാവുന്നത്. അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് അവിടെ ആ ഒരു പ്രൊഡക്റ്റിന് ഡിമാൻഡ് ഉണ്ടോ എന്ന് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുന്നു, അവിടെ ഓരോ പ്രൊഡക്റ്റിനും വേറെ വേറെ ഡിഫറെൻറ്റ് പ്രൈസ് ഫിക്സ് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് ആ 3 ഡിഗ്രീസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഡംപിങ് ഇൻ മോണോപ്പൊളി. ഇവിടെ എന്താണ്, നമ്മുടെ ഡൊമസ്റ്റിക് ആയിട്ടുള്ള കൺട്രിയിൽ ഉണ്ടാക്കുന്ന പ്രൊഡക്ട്സ് നമ്മുടെ ഇന്ത്യയിൽ തന്നെ കസ്റ്റമേഴ്സിന് ഹൈ റേറ്റിൽ കൊടുക്കുകയാണ് ചെയ്യുന്നത്. നല്ല വിലയിലാണ് ഇവർക്ക് കസ്റ്റമേഴ്സിന് വിൽക്കുന്നത്. എന്നാൽ ഈ ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന സെയിം പ്രൊഡക്ട്സ് എന്ത് ചെയ്യുന്നു, ഫോറിൻ കൺട്രീസിൽ, അതായത് ഇൻ്റർനാഷണൽ കൺട്രീസിൽ അത് എക്സ്പോർട്ട് ചെയ്തിട്ട് അവിടെ വളരെ ചെറിയ എമൗണ്ടിലാണ് ആ ഒരു പ്രൊഡക്റ്റ് വിൽക്കുന്നത്. അത് നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന സെയിം പ്രൊഡക്റ്റ് ഫോറിനിൽ ചെറിയൊരു എമൗണ്ടിൽ വിൽക്കുന്നു, നമുക്കാണെങ്കിൽ ഹൈ റേറ്റ് എമൗണ്ടിൽ വിൽക്കുന്നു. അപ്പോൾ ഇവിടെ അത് എന്തുകൊണ്ടാണ് അങ്ങനെ വിൽക്കുന്നത്, ഇൻ്റർനാഷണൽ വളരെ എമൗണ്ട് കുറച്ച് വെക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവിടെ മറ്റുള്ള ഇൻ്റർനാഷണൽ അറിയുമ്പോൾ ഫോറിനിൽ പല ഇൻ്റർനാഷണലിൽ വരുന്ന പല പ്രൊഡക്ട്സുകൾ ഉണ്ടാകും. അപ്പോൾ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ കൂടെ കോമ്പറ്റേറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഒരു പ്രൈസ് കുറച്ച് അവിടെ വിൽക്കുന്നത്. ഇതിൻ്റെ പിന്നിൽ വേറൊരു കാര്യം കൂടിയുണ്ട്. അതായത് നമ്മുടെ ഇന്ത്യയിൽ, പക്ഷേ ഈ ഒരു പോയിന്റ് ഇതിൽ ഉൾപ്പെടുത്തേണ്ട, ഇന്ത്യയിൽ ഇപ്പോൾ ഒരു എക്സാമ്പിളൊക്കെ പറയുകയാണെങ്കിൽ ചായപ്പൊടിൻ്റെ കേസിലൊക്കെ ഇന്ത്യയിൽ ഇവിടെ ചായപ്പൊടി ഉൽപ്പാദിപ്പിച്ചിട്ട് ഇവരെന്ത് ചെയ്യുന്നു, നമ്മൾ കസ്റ്റമേഴ്സിന് ഈ ഒരു ചായപ്പൊടി കൊടുക്കുമ്പോൾ ഹൈ റേറ്റിലെ എമൗണ്ട് ഈടാക്കുന്നുണ്ട്. പക്ഷേ ഒരിക്കലും നമുക്കതിൻ്റെ ഫസ്റ്റ് ക്വാളിറ്റി കിട്ടണില്ല. സെക്കൻഡ് ക്വാളിറ്റിയും തേർഡ് ക്വാളിറ്റി ആയിട്ടുള്ള ചായപ്പൊടികളാണ് ഇത്രയും വില കൊടുത്ത് വാങ്ങണ ഇന്ത്യയിലുള്ള കസ്റ്റമേഴ്സിന് കിട്ടുന്നത്. പക്ഷേ ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന ഈ സെയിം ചായപ്പൊടി അത് എക്സ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. കാരണം അവിടെ എക്സ്പോർട്ട് ചെയ്തിട്ട് അവിടുത്തെ കസ്റ്റമേഴ്സിന് വളരെ വില കുറഞ്ഞ രീതിയിലോട്ടാണ് കൊടുക്കുന്നത്. പക്ഷേ അവിടെ കൊടുക്കുന്നത് വളരെ ചെറിയ വില അതായത് അവിടെ ആ ഒരു എമൗണ്ടിന് വളരെ കുറച്ച് പ്രൈസ് അവർ ഈടാക്കണുള്ളൂ. പക്ഷേ അവിടെയാണ് നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന ടീൻ്റെ ഫസ്റ്റ് ക്വാളിറ്റിയൊക്കെ അവിടെയാണ് സെല്ല് ചെയ്യാൻ കൊടുക്കുന്നത്. കാരണം ബാക്കിയുള്ള ഇൻ്റർനാഷണലിൽ ഓരോ പ്രൊഡക്ട്സുമായിട്ട് കോമ്പറ്റീഷൻ ഉള്ളത് കൊണ്ട് ഇവിടെ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പോയിന്റ് ആഡ് ആക്കണ്ട, ജസ്റ്റ് ഒരു ഇൻഫോർമേഷന് വേണ്ടി നിങ്ങൾക്ക് പറഞ്ഞു തന്നുള്ളൂ. നെക്സ്റ്റ് പ്രൈസ് ഡിറ്റർമിനേഷൻ അണ്ടർ ഒളിഗോപോളിൻ്റെ കേസാണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ഡിറ്റർമിനേഷൻ അണ്ടർ ഇൻഡിപെൻഡൻറ്റ് പ്രൈസിങ്, അതായത് കിങ്ഡ് ഡിമാൻഡ് മോഡൽ. അപ്പോൾ ഇവിടെ ഈ ഒരു മോഡൽ എന്തിനാണ് യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ പ്രൈസ് റിജിഡിറ്റി ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് നമുക്കറിയാം ഒളിഗോപോളി എന്ന് പറയുന്നത് ഫ്യൂ സെല്ലേഴ്സാണ്. അവിടെ എന്താണ് പെട്ടെന്ന് പ്രൈസ് റിജിഡിറ്റി, അതായത് ഒരു പ്രൊഡക്റ്റിൻ്റെ മേലുള്ള എമൗണ്ട് എന്ന് പറയുന്നത് ഫ്രീക്വൻസി ആയിക്കാണ്ട് ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ആക്കിക്കൊണ്ടേ ഇരിക്കില്ല. അവരെന്ത് ചെയ്യും, അത് സ്റ്റോപ്പ് ചെയ്ത് വെക്കും. പ്രൈസ് കൂട്ടിയാൽ പിന്നെ കുറേ കാലം കഴിഞ്ഞാൽ ആ ഒരു പ്രൈസിന് എന്തെങ്കിലും ചേഞ്ച് വരുള്ളൂ.
അപ്പോൾ ഈ ഒരു മോഡൽ എന്ന് പറയുന്നത് പ്രൈസ് റിജിഡിറ്റീനെ ഒന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ഒരു കിങ്ഡൺ ആയിട്ടുള്ള ഡിമാൻഡ് മോഡൽ പറയണത്. അപ്പോൾ ഇവിടെ ഈ ഒരു ഡയഗ്രാം നോക്കുക. ഈ ഒരു ഡയഗ്രാമിൽ ഗ്രാഫിൽ എന്താണ് ഈ കിങ്ഡൺ എന്ന് പറഞ്ഞാൽ ഒടിഞ്ഞു പോവുക എന്നാണ്. അതായത് ഡിമാൻഡ് കർവ് ഒടിഞ്ഞു പോവുക, അതാണ് കിങ്ഡൺ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഗ്രാഫിൽ നോക്കിയാൽ മനസ്സിലാവും, ഇവിടെ കെ എന്ന് അടയാളപ്പെടുത്തിയിട്ടുള്ള ആ ഒരു പോയിന്റ്, അവിടെ നിന്ന് മേലേക്കെന്നുള്ളത് ഡി കെ, അത് ഇലാസ്റ്റിക് ആണ്. അതായത് അവിടെ നമ്മളൊരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ എന്ത് ചെയ്യാണ്, ലൈക്ക് കുറേ കാലം ആ ഒരു പ്രൊഡക്റ്റ് വിറ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പ്രൈസ് കൂടി അവിടെ എന്താണ്, ആ ഒരു പ്രൊഡക്റ്റ് മെല്ലെ 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 പ്രൈസ് കൂടിക്കൊണ്ട് വരികയാണ്. അപ്പോൾ അതാണ് എന്ത് ഇലാസ്റ്റിക് പോയിന്റ് എന്ന് പറയുന്നത്. അതിനുശേഷം കെ ഡി, അതായത് അടിയിലോട്ട് പോകുന്ന ആ ഒരു കെ ഡി, അവിടെ നിന്നാണ് എന്ത് ബ്രേക്ക് ചെയ്യണത്, ഈ ഒരു ഡിമാൻഡ് കർവ് ബ്രേക്ക് ചെയ്യണത്. അപ്പോൾ അവിടെ എന്താണ്, അപ്പോൾ ഫസ്റ്റ് നിന്ന് ഈ ഒരു കെ പോയിന്റ് എന്ന് പറഞ്ഞാൽ അവിടെ ഇക്വിലിബ്രിയത്തിൻ്റെ പോയിന്റിൽ ഈ ഒരു പ്രൊഡക്റ്റ് എത്തിക്കഴിഞ്ഞാൽ, ഇക്വിലിബ്രിയം എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് പ്രൈസിൻ്റെ ആ ഒരു ഫ്രീക്വൻസി, പ്രൈസ് മാറുക എന്ന് പറയുന്നത്, ഒന്നെങ്കിൽ പ്രൈസ് കൂടുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടാണ്. അത് കുറേ കാലം കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അതിന് ശേഷമുള്ള ആ ഒരു പ്രൈസ് കൂടുള്ളൂ. അപ്പോൾ ഇതാണ് എന്ത് കിങ്ഡ് മോഡൽ ഡിമാൻഡ്. ഇതിൽ രണ്ടാമത്തെ പേരെടുത്താണ് പ്രൈസ് അണ്ടർ പ്രൈസ് ലീഡർഷിപ്പ്. ഇവിടെ ഡൊമീനൻ്റ് ആയിട്ടുള്ളൊരു ലീഡർ ആയിരിക്കും ഉണ്ടാവുക. അതായത് ഒരു ബിഗ് ആയിട്ടുള്ളൊരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു വലിയൊരു ഫേം, ഈ വലിയൊരു ഫേം ആയിരിക്കും എന്ത് ഇവിടെ അവരുടെ ഒരു പ്രൊഡക്റ്റിൻ്റെ മേലിൽ എന്ത് ചെയ്യുന്നത്, പ്രൈസ് മേക്ക് ചെയ്യണ ആൾ. അയാളൊരു പ്രൈസ് പറയും, അത് എന്ത് ചെയ്യുന്നു, ബാക്കിയുള്ള ഫേംസും അതും എന്ത് ചെയ്യുന്നു, ഫോളോ ചെയ്യുന്നു. അതായത് ഇവിടെ പറയുമ്പോൾ ഹോമോജീനിയസ് പ്രൊഡക്റ്റാണ്. അതായത് എല്ലാ ഫേമിൻ്റെയും പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് സെയിം, ഒരുപോലത്തെ പ്രൊഡക്റ്റ് ആയിരിക്കണം. അങ്ങനത്തെ പ്രൊഡക്റ്റുകളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരുപോലത്തെ പ്രൈസ് ഇടാൻ പറ്റുള്ളൂ. അല്ലാതെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു ബന്ധമില്ലാത്ത പ്രൈസ് ആയിരിക്കും എല്ലാ പ്രൊഡക്റ്റിൻ്റെ മേലുണ്ടാവുക. അപ്പോൾ ഇവിടെ ഹോമോജീനിയസ് പ്രൊഡക്റ്റ് ആവണം. അതുപോലെ തന്നെ ഇവിടെ ഈ ഡൊമിനൻ്റ് ലീഡർഷിപ്പ് ആ ഒരു ഫേമുകളിൽ ഏറ്റവും ബിഗ് ആയിട്ടുള്ള വലിയൊരു ഫേമിനായിരിക്കും ആ ഒരു പൊസിഷൻ ഉണ്ടാവുക. അത് അയാൾക്ക് വെറുതെ കിട്ടുന്ന പൊസിഷനല്ല, അദ്ദേഹത്തിന് മാർക്കറ്റ്, അതായത് ഏറ്റവും വലിയൊരു ഫേമാണ്. അപ്പം മാർക്കറ്റ് ഷെയർ ഒക്കെ കൂടുന്നത് കൊണ്ടും അതുപോലെ തന്നെ അദ്ദേഹം കുറേ കാലം ആ ഒരു മാർക്കറ്റിൽ ഉള്ളത് കൊണ്ടും അതിൻ്റെയൊക്കെ എക്സ്പീരിയൻസ് കാരണമാവാം അയാൾക്ക് ഈ ഒരു ലീഡർഷിപ്പ് കിട്ടിയത്. അപ്പോൾ ഇവിടെ എന്ന് പറയണത് ഇങ്ങനൊരു പ്രൈസ് അദ്ദേഹം ഫിക്സ് ചെയ്യാൻ കാരണം ഒരേപോലത്തെ പ്രൊഡക്റ്റിന് ഡിഫറെൻറ്റ് പ്രൈസ് ആവാന്ന് പറയണത് ഒരു ഒരു വൃത്തികളുടെ രീതിക്കാണ് ഇവിടെ പറയണത്. അതുകൊണ്ടൊരു സ്റ്റെബിലിറ്റി, അതായത് ഒരു പ്രൊഡക്റ്റിന് എല്ലാ ഫേമും ഒരൊറ്റ പ്രൈസിന് എടുക്കണം, സ്റ്റെബിലിറ്റി വേണം. അപ്പോൾ ഇവിടെ ലീഡർ എന്ത് പറയുന്നു അത് എന്ത് ചെയ്യുന്നു, ബാക്കിയുള്ള ആളുകൾ അനുസരിക്കുന്നു. ലീഡർ ഒരു പ്രൈസ് മേക്ക് ചെയ്യുന്ന സമയത്ത് അത് മറ്റുള്ളവർ അംഗീകരിച്ചിട്ട് അവരുടെ പ്രൊഡക്റ്റിന് ആ ഒരു പ്രൈസിന് ഇടണം. അപ്പോൾ ഇതാണ് പ്രൈസ് അണ്ടർ പ്രൈസ് ലീഡർഷിപ്പ്. നെക്സ്റ്റ് ടൈപ്സ് ഓഫ് പ്രൈസ് ലീഡർഷിപ്പാണ്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഡൊമിനൻ്റ് ലീഡർഷിപ്പ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ കേസ് തന്നെയാണ്. അതായത് ഏറ്റവും ഹൈ ആയിട്ടുള്ള ഒരു ലീഡർ ഉണ്ടാവും അവിടെ. അപ്പോൾ അവരാണ് എന്ത് ചെയ്യണത്, അവിടെ ബിഗ് ആയിട്ടുള്ളൊരു ഫേം ആയിരിക്കും, അവരാണ് അവിടെ തലപ്പത്ത് നിൽക്കുന്ന ആൾ. അദ്ദേഹം പ്രൈസ് മേക്ക് ചെയ്യുന്നു, അത് ബാക്കിയുള്ളവർ അനുസരിക്കുന്നു. അതാണ് ഡൊമിനൻ്റ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. രണ്ടാമത് ബാരോമെട്രിക് ലീഡർഷിപ്പ്. അതായത് ഇവിടെ ഇവിടെ അങ്ങനെ ലീഡർഷിപ്പിൻ്റെ കേസിലൊന്നുമല്ല. അത് കുറച്ച് ഓർഗനൈസേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഒരു ഓർഗനൈസേഷൻ വന്നിട്ട് ഒരു പ്രൈസ് മേക്ക് ചെയ്യുക. അതായത് ഫസ്റ്റ് ഏത് ഫേമിൻ്റെ പ്രൊഡക്ഷനാണ് ഫസ്റ്റ് കഴിഞ്ഞത് അവരെന്ത് ചെയ്യുന്നു, ഇന്നൊരു പ്രൈസ് മേക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവരുടെ അസംഷൻ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഫേം ഇങ്ങനൊരു പ്രൈസ് മേക്ക് ചെയ്യുന്ന സമയത്ത് ബാക്കിയുള്ള ഫേം അത് അക്സെപ്റ്റ് ചെയ്തിട്ട് ആ രീതിയിലോട്ട് മാറും എന്നാണ് അവർ വിചാരിക്കുന്നത്. പക്ഷെ ബാക്കിയുള്ള ഫേമുകൾക്ക് തീരുമാനിക്കാം ആ ഒരു പ്രൈസ് ടേക്ക് ചെയ്യണോ വേണ്ടേ എന്നുള്ളത്. പക്ഷേ ഇവിടെ എങ്ങനെയാണ്, ഒരു റാൻഡം ആയിട്ടുള്ള ഫേം ഫസ്റ്റ് പ്രൊഡക്ഷൻ കഴിയുന്നത് ഏത് ഫേമിൻ്റെ ആണോ അവർ എഴുന്നേറ്റ് നിന്നിട്ടൊരു പ്രൈസ് പറയുന്നു. അതാണ് ബാരോമെട്രിക് ആയിട്ടുള്ള ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. തേർഡ് വൺ ഈസ് അഗ്രസീവ് ലീഡർഷിപ്പ്. അഗ്രസീവ് ലീഡർഷിപ്പ് എന്ന് പറയുമ്പോൾ ഇവിടെ ത്രെട്ടൻ ചെയ്ത് കണ്ട് മറ്റുള്ള ഫേമുകളിൽ നിന്ന് ആ ഒരു സുപ്രീം ആയിട്ടുള്ള
ആ ഒരു പവർ തട്ടിയെടുക്കുക. അതായത് പ്രൈസ് മേക്ക് ചെയ്യാനുള്ള പവർ തട്ടിയെടുത്തിട്ട് ത്രെട്ടൻ ചെയ്യുക. ഈ ഒരു പ്രൈസിനെ എന്ത് ചെയ്യണം, ഫിക്സ് ആക്കണം എന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ള ഫേംസിനെ ത്രെട്ടൻ ചെയ്യുക, ഭീഷണിപ്പെടുത്തുക. അങ്ങനെ എന്ത് ചെയ്യുന്നു, ആ ഒരു പ്രൈസ് ഉറപ്പിക്കുന്നു. അപ്പോൾ ഇതാണ് എന്ത്, പ്രൈസ് അണ്ടർ പ്രൈസ് ലീഡർഷിപ്പ്, അതിൻ്റെ ടൈപ്സുകളായിട്ട് വരുന്നത്. ഇനി നെക്സ്റ്റ് ഒരു ടോപ്പിക്കാണ് ഗെയിം തിയറി. അപ്പോൾ ഗെയിം തിയറി എന്ന് പറയുമ്പോൾ ഒരു സ്ട്രാറ്റജിയാണ്, അതായത് ഡൊമിനൻ്റ് സ്ട്രാറ്റജിയാണ്. അതായത് ഇവിടെ 2 വ്യക്തികളുണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ 2 പ്ലെയർ ആണെന്ന് വിചാരിക്കാം. ഈ 2 പ്ലെയർ എന്ന് പറയുമ്പോൾ ഇവർക്ക് 2 ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ എ എന്ന് പറയുന്ന പ്ലെയർ എന്ത് ചെയ്തു, ബി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തു. അപ്പോൾ അയാളെ കൺസേണിൽ എങ്ങനെയെന്ന് വെച്ചാൽ, മറ്റേ ഓപ്പോസിറ്റുള്ള ആൾ എന്ത് സ്ട്രാറ്റജി യൂസ് ചെയ്താലും അയാൾക്ക് കുഴപ്പമില്ല, അയാൾ തിരഞ്ഞെടുക്കുന്ന ഓപ്ഷനിലാണ് അയാൾ വിശ്വസിക്കുന്നത്. അതായത് നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന പ്ലെയർ എന്ത് സ്ട്രാറ്റജി എടുത്താലും അയാൾ എന്തോ ആയിക്കോട്ടെ, അത് ഇയാളെ ബോധർ ചെയ്യണ കാര്യമല്ല, ഇയാളത് മാത്രം നോക്കുന്നു. അതാണ് എന്ത്, ഗെയിം തിയറി. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ വെച്ച് പറയാന്നുണ്ടെങ്കിൽ, പ്രിസണർ ഡിലമ്മ ഒരു എക്സാമ്പിൾ വെച്ച് പറയാണ്. അതായത് 2 വ്യക്തികൾ എന്ത് ചെയ്തു, 2 മർഡർ ചെയ്ത് വരികയാണ്. അപ്പോൾ പോലീസിൻ്റെ കയ്യിലൊക്കെ പിടിക്കപ്പെട്ടതിന് ശേഷം ഇവിടെ എന്താണ്, 2 വ്യക്തികൾ കുറ്റസമ്മതം നടത്തുകയാണെന്നുണ്ടെങ്കിൽ 2 വ്യക്തികൾക്കും, അതായത് ഒരു വ്യക്തിക്ക് 6 കൊല്ലം മറ്റൊരു വ്യക്തിക്ക് 6 കൊല്ലം എന്നുള്ള രീതിയിലൊക്കെ ശിക്ഷ കൊടുക്കും. ഇനി 2 വ്യക്തികളും എന്ത് ചെയ്യുന്നില്ല, കുറ്റം സമ്മതിക്കണില്ല. അങ്ങനെ ആകുമ്പോൾ 2 കൊല്ലം ഓരോ 2 ആൾക്കാർക്കും 2 കൊല്ലം വീതം കൊടുക്കുന്നു. ഇനി ഇവിടെ ഒരാൾ കുറ്റം സമ്മതിക്കാണ്, ഒരാൾ കുറ്റം സമ്മതിക്കണമില്ല. അപ്പം അങ്ങനെ കുറ്റം സമ്മതിച്ച ആൾക്ക് 1 കൊല്ലം ജയിൽ ശിക്ഷയും, എന്നാൽ കുറ്റം സമ്മതിക്കാത്ത ആൾക്ക് 25 കൊല്ലം ജയിൽ ശിക്ഷയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതാണ് എന്ത്, പ്രിസണർ ഡിലമ്മ എന്നുള്ള കേസിൽ ഉള്ള ഒരു എക്സാമ്പിൾ പറയണത്. അപ്പോൾ ഇവിടെ 2 പേരും കുറ്റം സമ്മതിക്കണില്ല എന്ന്, അപ്പോൾ നിങ്ങൾ പറയും 2 പേർക്കും കുറ്റം സമ്മതിക്കാന്നാ പോരെയെന്ന്. പക്ഷെ അതിന് ചാൻസ് കുറവാണ്. കാരണം ഗെയിം തിയറിയിൽ നമ്മൾ പറഞ്ഞു, ഒരാൾ അയാളുടെ ഓപ്ഷൻ മാത്രമേ നോക്കുള്ളൂ, മറ്റാളുടെ ഓപ്ഷൻ എന്താണെന്ന് ഇയാൾക്ക് അറിയില്ല, ഇയാളത് അന്വേഷിക്കാനായിട്ട് പോവില്ല, ഇയാളത് മാത്രം നോക്കുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു ഇതിൽ ഇയാൾ എന്താണ്, കുറ്റസമ്മതം നടത്തുന്നില്ല എന്നുണ്ടെങ്കിൽ, മറ്റേ ഓപ്പോസിറ്റ് ആൾ കുറ്റസമ്മതം നടത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല, 3ാമത്തെ ഓപ്ഷനിലോട്ട് പോകും. അതായത് കുറ്റസമ്മതം നടത്തിയ ആൾക്ക് 1 കൊല്ലത്തിനുള്ള ജയിൽ ശിക്ഷ ഉണ്ടാവുള്ളൂ. പക്ഷേ അവിടെ കുറ്റസമ്മതം നടത്താത്ത ആൾക്ക് 25 കൊല്ലം ജയിൽ ശിക്ഷ ഉണ്ടാവും. അപ്പോൾ അതിലേറെ നല്ലത് ഇവിടെ എങ്ങനെയാണ് നല്ലത് വെച്ചാൽ, 2 പേരും കുറ്റം സമ്മതിക്കുകയാണെന്നുണ്ടെങ്കിൽ 2 ആൾക്കും 6 കൊല്ലം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതാണ് ഗെയിം തിയറിൻ്റെ കേസിൽ പറയുന്നത്. നെക്സ്റ്റ് നാഷ് ഇക്വിലിബ്രിയം. ഇവിടെ എന്താണെന്ന് വെച്ചാൽ, ഇതൊരു ഇനീഷ്യൽ സ്ട്രാറ്റജിയാണ്. അതായത് ഇവിടെ അദ്ദേഹം എടുക്കുന്ന ചോയ്സ് എന്താണെന്നും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഓപ്പോസിറ്റ് എടുക്കുന്ന ആൾ എടുക്കുന്ന തീരുമാനം ഇവിടെ അയാൾ അറിയുന്നു. അപ്പോൾ ഒരു എക്സാമ്പിൾ വെച്ച് പറയുന്നുണ്ടെങ്കിൽ, 2 ബിസിനസ്മാരുണ്ടാകും. അപ്പോൾ അവരുടെ പ്രൊഡക്റ്റ് റീച്ച് ആകാൻ വേണ്ടിയിട്ട് ഒരാൾ എന്നെ അഡ്വർടൈസ് ചെയ്യുന്നു. അപ്പോൾ അവിടെ മറ്റേ ആൾ എന്തെടുക്കുന്നു എന്നുള്ള തീരുമാനം ഇവിടെ ഓൾറെഡി അറിയുന്നു. അങ്ങനെ 2 പേരും അഡ്വർടൈസ് എടുക്കുമ്പോൾ 2 പേർക്കും 100 വീതം ആൾക്കാർ വരുന്നു. ഇനി 2 ആളും അഡ്വർടൈസ്മെന്റ് എടുത്തില്ല എന്നുണ്ടെങ്കിൽ അവിടെ 0 ആണ് കസ്റ്റമേഴ്സ് വരിക. ഇനി ഒരാൾ അഡ്വർടൈസ്മെന്റ് എടുത്തു, മറ്റാൾ എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഒരാൾക്ക് 200 കസ്റ്റമേഴ്സും മറ്റാൾക്ക് 0 കസ്റ്റമേഴ്സാണ് വരിക. ഇവിടെ നമുക്ക് ഏറ്റവും പോസിബിൾ ആയിട്ടുള്ളത് ഒരിക്കലും ഒരു കമ്പനിയിലുള്ള ഓണേഴ്സ് ഒരിക്കലും അഡ്വർടൈസ്മെന്റ് അവരുടെ പ്രൊഡക്റ്റിന്റെ മേൽ ചെയ്യാതിരിക്കൂല. കാരണം മാക്സിമം പ്രോഫിറ്റ് ഏൺ ചെയ്യുക എന്നുള്ളതിനേക്കാളും ഏതൊരു ഓണേഴ്സിന്റെയും എയിം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ 2 കമ്പനിക്കാരും എന്ത് ചെയ്യുന്നു, അഡ്വർടൈസ്മെന്റ് ചെയ്തിട്ട് കസ്റ്റമേഴ്സിനെ കൂട്ടും. അപ്പോൾ ഇതാണ് ഇത് നാഷ് ഇക്വിലിബ്രിയം. അപ്പോൾ നമ്മുടെ 4th മൊഡ്യൂള് ഈ ഒരു വീഡിയോൻ്റെ പാർട്ടോട് കൂടി അവസാനിച്ചു. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.